ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പെയ്ത ആലിപ്പഴ മഴയെപ്പറ്റി കുറേ വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അത് സത്യമാണ് കേട്ടോ ഫ്രണ്ട്സ്. പാലക്കാട് ജില്ലയിലും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ടൂ വീലറിൽ വരുമ്പോൾ കോട്ടൊന്നുമില്ലാതെ മഴയും കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ്. അങ്ങനെ 5:30 സമയമായിട്ടോ വൈകിട്ട്, അപ്പോഴാണ് മഴ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാനിപ്പോൾ മഴയും കൊണ്ട് അങ്ങനെ വരുമായിരുന്നു. നല്ല സ്ട്രോങ് മഴയായി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ മുഖത്തൊക്കെ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുമ്പോൾ, ദേഹത്തൊക്കെ വീഴുമ്പോൾ നല്ല വേദനയായിട്ടോ. അപ്പോൾ ഞാൻ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് വന്നുകൊണ്ടിരുന്നു. കുറച്ചുകൂടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്ട്രോങ് മഴ എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രയും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോഴാണ് കല്ലുകൾ വീഴുന്ന പോലെ, ആരോ കല്ലെറിയുന്ന പോലെ എൻ്റെ ഹെൽമെറ്റിലും ദേഹത്തൊക്കെ അങ്ങനെ വന്ന് വീഴുന്നത്. ഭയങ്കര വേദനയായിരുന്നു ദേഹത്തൊക്കെ. പിന്നീടാണ് എനിക്ക് മനസ്സിലായി, എൻ്റെ കാലിലൊക്കെ ഐസ് കെട്ടുകൾ വീണപ്പോൾ ഇത് ആലിപ്പഴ മഴയാണല്ലോ എന്ന് മനസ്സിലാക്കിയത് കേട്ടോ. പക്ഷേ ജീവിതത്തിലെ ആ അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയായിരുന്നു എന്ന ആ ഒരു ലെവലിലാണ് ഞാൻ വന്ന് വീടെത്തിയത് കേട്ടോ. നല്ല സൂപ്പർ മഴയായിരുന്നു. റോഡ് കാണാൻ പറ്റാത്ത വിധം വെള്ളം ഒഴുകുക, നല്ല കാറ്റടിക്കാം. അപ്പോൾ നമ്മൾ മരമൊക്കെ തലയിൽ വീണ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ കയറുമ്പോഴത്തേക്കും ആലിപ്പഴ മഴയും നിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി. കുറച്ചെങ്കിലും പെറുക്കണം എന്നുണ്ടായിരുന്നു. അത് പെറുക്കിയെടുത്ത് കുപ്പിയിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലൊക്കെ ഒഴിക്കാൻ നല്ലതാണെന്നൊക്കെ വയസ്സായവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഐസ് കെട്ട് രൂപം കൊള്ളാൻ കാരണം എന്താ? ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്ന ചൂടേറിയ നീരാവി ഉണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് തണുക്കും. അപ്പോഴാണ് ഈ ആലിപ്പഴം അല്ലെങ്കിൽ ഐസ് കട്ടകൾ രൂപം കൊള്ളുന്നത്. ഈ ചൂടേറിയ നീരാവി ഭൂമിയിൽ നിന്നും 1-2 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ മുകളിൽ നിന്നും താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത വായുവുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തണുത്ത് ചെറിയ ഐസ് കട്ടകളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ തുടരുമ്പോഴാണ് ഐസ് കട്ടകളുടെ വലിപ്പം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്ത് താഴേക്ക് പതിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ പാലക്കാട് പെയ്തതൊക്കെ കുഞ്ഞ് ഐസ് കട്ടകളായിരുന്നു കേട്ടോ. ചില പെറുക്കുമ്പോഴത്തേക്ക് അത് അലിഞ്ഞു പോകും. ചില ഭാഗങ്ങളിൽ വലിയ വലിപ്പത്തിലൊക്കെ ഐസ് കട്ടകൾ വീഴാറുണ്ട്. പല വലിപ്പത്തിലായിട്ട് ആലിപ്പഴം കണ്ടുവരാറുണ്ട്. പൊതുവെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് വീഴുന്നതെങ്കിലും ഗോളാകൃതിയിൽ നിന്ന് ഉരുകി വരുന്നതിനാൽ അതിന് കൃത്യമായ ആകൃതിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ആലിപ്പഴം വൻതോതിൽ ഭൂമിയിലേക്ക് പതിക്കുന്നത് പലപ്പോഴും കൃഷിനാശത്തിന് കാരണമാകും. നമ്മൾ ചെടികളൊക്കെ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഐസ് കട്ടകൾ വീണ് കഴിഞ്ഞാൽ എങ്ങനെ ചെടി നശിച്ചു പോകില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ. 1986 ഏകദേശം 1 കിലോഗ്രാം ഭാരമുള്ള ആലിപ്പഴം പെയ്തിട്ട് ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ച് ജില്ലയിലെ 92 പേര് മരിച്ചതായിട്ടൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആലിപ്പഴം വീഴുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബായ്.